ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ല സൺഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങളിന്ന് പുറത്ത് പോകണമെന്ന് ഇന്നലെ തീരുമാനിച്ചൊക്കെ വെച്ചിരുന്നു. ഊബർ വിളിച്ച് പോകാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഊബറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും മോള് മുട്ടായി കടയിലേക്ക് ചാടി കയറി. ഇവിടെ ഞങ്ങൾ വെറ്ററിനറി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, ഞങ്ങൾ അവൻ്റെ ഗേറ്റിലാണ് അത്ര അടുത്താണ് ഞങ്ങളുടെ വീട്. മണ്ണുത്തി സെൻറ്ററിലേക്ക് ഞങ്ങൾ ഇറങ്ങി പൂങ്കുന്നത്ത് നെസ്റ്റോയിൽ പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇന്നലെ. പക്ഷേ ഇപ്പം തന്നെ മണി 12:30 ആയിട്ടുണ്ട്. രാവിലെ പോകണം, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് കിടന്നത്. പക്ഷേ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ 8:30 മോൾ എഴുന്നേറ്റപ്പോൾ 9:30. ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുറേ നേരമൊക്കെ ഉറങ്ങാൻ, രാത്രിയിലെ സിനിമയൊക്കെ കണ്ടിട്ട് ഏകദേശം 2 മണിയോളമായി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോൾ. അപ്പം തന്നെ അമ്മ പറയാൻ തുടങ്ങി, നാളെ രാവിലെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങി പിള്ളേരേന്ന്. എവിടെ, ഞങ്ങൾ 12 മണിയായിട്ടാണ് സിനിമ ഇട്ടത് പോലും. അപ്പോൾ അത് തീർന്നില്ല, 3:15 ആയപ്പോഴത്തേനും നിർത്തി വെച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ മോൾ എന്നിട്ടും അവൾ എഴുന്നേറ്റിട്ട് പാറമേക്കാവി വന്നു തൊഴുത്. അവൾ വന്നപ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു, കുഞ്ഞും മൂത്ത മോളും മോനും കൂടെ ഇന്നലെ മോൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കാട്ടിക്കൂട്ടി. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ 11:30 ആയപ്പോഴത്തേന് അങ്ങനെ ഒരുങ്ങി, പെട്ടെന്ന് തന്നെ ഒരുങ്ങി 12:30 ആയപ്പോൾ ഇറങ്ങി. അപ്പം മൊബൈൽ ചാർജിലിട്ടേക്കായിരുന്നു എൻ്റെ. മോള് പറഞ്ഞു അവളുടെ ചാർജർ ഇവിടെ എടുത്തോമേന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലല്ലോ എന്ന് പെട്ടെന്ന് ഓർത്ത് ഞാനും പോയി മൊബൈൽ ചാർജിൽ നിന്ന് ഊരി എടുക്കാൻ സമയത്തുണ്ട് എൻ്റെ മൊബൈൽ ഞാൻ അപ്പോൾ കുത്തിയിട്ടപ്പോൾ തൊട്ട് സ്വിച്ച് ഓൺ ചെയ്യാതിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ മൊബൈൽ ഞാൻ ചാർജിലിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, നീ എന്നും അങ്ങനെ തന്നെയല്ലേ എന്ന്. അത് സത്യം കേട്ടോ, ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. ധനലക്ഷ്മി ബാങ്ക് കല്യാണിൻ്റെ ഇതിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് വടക്കനാഥനൊക്കെ ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ട് വടക്കനാഥനല്ല, വടക്കേ സ്റ്റാൻഡൊക്കെ പിന്നിട്ടിട്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൊബൈലിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഓർത്തത്. അമ്മ പറയുന്നുണ്ട്, എവിടെ കൊണ്ട് ചാർജ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മൂക്കിൽ 2 ദ്വാരം ഉണ്ടല്ലോ, അവിടെ കുത്തിയാൽ മതിയെന്ന്. അപ്പം ഞങ്ങൾ കുറേ ചിരിച്ചു അത് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇപ്പം നല്ലൂട്ടൻ ഭയങ്കര വഴക്കാണ് വണ്ടിയിലിരുന്നിട്ട്. അവൾക്ക് ഇറങ്ങണം, അവൾ ഭയങ്കര മേടെടുക്കുന്നുണ്ട്. അവളെ നമ്മൾ ഓട്ടോയിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഇപ്പം ഞങ്ങൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ അവിടെ ആയിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കൊക്കെ കഴിഞ്ഞു. ഇത് ധനലക്ഷ്മി ബാങ്കാണ്, തൃശ്ശൂർ ഹെഡ് ഓഫീസാണ്. അങ്ങനെ നെസ്റ്റോയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പം നെസ്റ്റോയിലെത്തിയിട്ട് മോള് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തു, ഗൂഗിൾ പേ ആയിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങാൻ സമയത്ത് കുറച്ച് അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. ചെയ്തിട്ട് സ്റ്റെപ്പ് കയറണം. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് സ്റ്റെപ്പ് കയറി അങ്ങനെ ഞങ്ങളകത്ത് കയറി. അപ്പോൾ നല്ല ഓഫർ, കുറേ അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട് ഓഫറിൻ്റെയൊക്കെ. ഞങ്ങളതൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ മേളിൽ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവളെ ചെറുതിനെയും കൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കാനൊക്കില്ല. അവൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ കൊണ്ട്. അവൾ ഓടി നടക്കുകയാണ്, കണ്ടില്ലേ. അവൾ അവിടെ നോക്കി നിൽക്കുമ്പോൾ അവളെ കാണത്തില്ല ഞങ്ങൾ. നോക്ക്, എവിടെ പോയി എന്താ എടുക്കുന്നതെന്നറിയില്ല. അവളെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞങ്ങൾക്ക് കണ്ട് കിട്ടാൻ തന്നെ പ്രയാസപ്പെട്ട്. ഞാനൊരു 2-3 ചുരിദാറൊക്കെ എടുത്തിരുന്നു, പക്ഷേ ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അതൊക്കെ തിരിച്ച് വെച്ചിട്ട് പോന്നു. പാത്ത് നിൽക്കുകയാണ്, അതാ നോക്കിയാൽ കാണില്ല. അവളെ സെക്കൻഡ് കൊണ്ട് കാണാതാവും. മോൾ അവളുടെ പുറകെ തന്നെ ഓടി നടന്നതുകൊണ്ട് അവളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല, ഒന്നും പർച്ചേസ് ചെയ്തില്ല. ഞാൻ മാത്രം എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെയും കൊണ്ട്. അപ്പം ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഇത് കണ്ടത്. ഇതിൻ്റെ ഉപയോഗമൊക്കെ അവളുടേത് കഴിഞ്ഞതാണ്. എങ്കിലും അവളത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. കുട്ടികളുടെ പാമ്പേഴ്സ് വെക്കുന്ന പോലുള്ള നിക്കറാന്ന് തോന്നുന്നു. അപ്പോൾ അവളതിനെ നല്ലപോലെ വാശി പിടിച്ചപ്പോൾ അവളുടെ അമ്മ ഒരെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്തു. പക്ഷേ അത് തിരിച്ചെങ്ങനെയോ വെപ്പിച്ച് ഞങ്ങൾ അവളെയും കൊണ്ട് ഇങ്ങനെ ആട്ടിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്.
ഭയങ്കര കുറുമ്പത്തിയാണ്. ഒരു വിധത്തിലാണ് ഞങ്ങൾ അവളിൽ നിന്ന് അത് വാങ്ങിക്കുന്നത്. എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് പിന്നെ വെക്കില്ല. എല്ലാം കൂടെ കൊണ്ടൊരു എടുക്കാൻ വയ്യാത്ത പോലെ സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് അതും കൊണ്ട് നടന്ന് വീണ് മുറിവും എല്ലാം പറ്റിയാലോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ 2 കണ്ണാടി മേടിച്ചിട്ടുണ്ട് ചേച്ചിക്കും അനിയത്തിക്കും. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും അവളുടെ പുറകെയാണ്. എല്ലാവർക്കും അവളൊരു ഭയങ്കര സന്തോഷം കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അവധി ദിവസം ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. സ്റ്റാഫും ഒക്കെ വന്നിട്ട് അവളോട് അവളുടെ എന്തൊക്കെയോ കുസൃതികൾ അവരോടും കാണിച്ച് അവരും കാണിച്ച് അങ്ങനെ കുറേ സമയം ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തൊക്കെയോ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും എടുക്കാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു. ഇനി ഇവളെയും കൊണ്ട് ഒരു വഴിക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല പർച്ചേസ് ചെയ്യാൻ. അമ്മയ്ക്ക് കണ്ണാടി വേണോ എന്ന് ചോദിക്കുക. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ട് അവക്കോടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവളെന്നോട് ചോദിക്കുക, അമ്മ എന്താ കുലുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, കുലുങ്ങുന്ന അവക്കോടെയാണ് നല്ലതെന്ന് ആരോ പറഞ്ഞു, എവിടെയോ കേട്ടിട്ടുണ്ടെന്ന്. ഇതാ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. അവക്കോട മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. പച്ചക്കറിയൊക്കെ വീടിനടുത്തുനിന്ന് കിട്ടുന്നത് കൊണ്ട് വേറെ ഒന്നും നമ്മൾ എടുത്തില്ല. അവിടെ നിന്ന് ഭയങ്കര കടിച്ചു എങ്ങനെയോ തുറന്നു. ഇതൊന്നും നമ്മൾ മേടിച്ച് കൊടുക്കാറില്ല. പക്ഷേ ഇന്നെന്തോ അവൾക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് നല്ല വാശിയെടുത്തപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ബില്ലിങ് കഴിഞ്ഞ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ പറഞ്ഞു അവർ സ്റ്റാഫ് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തിയതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച മേളിൽ ചെന്നിട്ട് എന്തൊക്കെയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും മേടിച്ചില്ലല്ലോ, കുറേ കളിപ്പാട്ട എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ വീണ്ടും കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് എന്താ എടുത്തതെന്ന് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ക്രയോൺസ് പിന്നെ അമ്മയ്ക്ക് ബുക്ക്. അമ്മ എപ്പോഴും അന്ന് അമ്മയുടെ ബാഗ് കണ്ടപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി, അയ്യോ അമ്മയുടെ ബുക്കില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും എഴുതണമല്ലോ, പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എഴുതണമല്ലൊക്കെ എന്നും വിചാരിച്ച് ഞങ്ങളൊരു ബുക്കൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഞങ്ങൾ തീണ്ട മ്യൂസിയമായി. ഞങ്ങൾ സാധനമൊക്കെ നമുക്ക് എടുക്കാം, നോക്കാം നമുക്ക് എന്തൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് മോന് ബുക്ക്, അതെ അമ്മാമ്മയ്ക്ക് കൊടുക്കടാ ബുക്ക് എഴുതാൻ. അമ്മാമ്മയ്ക്ക് ബുക്ക് കൊടുക്കും. അത് മോന് അവിടെ വെക്ക്, ചേച്ചിയുടെ വാങ്ങിച്ചു വെക്ക്. ചേച്ചിയുടെ വാങ്ങിച്ചു വേണ്ടേ? എന്നാ മോന് ജ്യൂസ്. മോന്റെ ജ്യൂസാ. മോന് ബുക്ക് വരച്ച് കീറിയിടാനുള്ള ബുക്കാ. ഇതാണ് ക്രയോൺസ്, ചേച്ചിയുടെ ക്രയോൺസ്, മോൻ്റെ ക്രയോൺസ്. പിന്നെ നമ്മൾ മേടിച്ച് ഇതാ നമ്മൾ ഷർട്ട് മേടിച്ചു. ഷർട്ട് മേടിച്ചു. ടീഷർട്ട് മേടിച്ചു. പിന്നെ നമ്മൾ തോർത്ത് മേടിച്ചു. പിന്നെ നമ്മൾ ഷൂസ് മേടിച്ചു. പിന്നെ സീഡ് വാങ്ങിച്ചു. എന്ത് സീഡാ? വേഗം തരാം, എന്നാ കൊണ്ടുപോ. പൊട്ടിച്ചല്ലേ, പൊട്ടിച്ചതല്ലേ താണ്ട് കിടക്കണം. സീഡ് മേടിച്ചു. അവക്കട മേടിച്ചു. ഇനിയാണ് നമ്മൾ മേടിച്ച എന്ത് പറഞ്ഞു നോക്കിച്ചേ.